ഹാപ്പി വെൽക്കം ടു SJS, സ്പെൻഡിഡ് ജോൺ ടൂവേഴ്സ് സിംഫണി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എങ്ങനെയൊക്കെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നോ ദൈ സെൽഫ്. നമുക്ക് നമ്മെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നാം നമ്മെക്കുറിച്ച് അറിയണം. നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് നമ്മെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും സാധിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഫിഷ് ഫോർ കോംപ്ലിമെൻറ്റ്സ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ, നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുമ്പോൾ ആ അഭിനന്ദനത്തെ നാം സന്തോഷത്തോടെ സ്വീകരിക്കുക, ഒരിക്കലും നിരാകരിക്കാതിരിക്കുക. നാം താങ്ക് യു പറഞ്ഞ് ആ അപ്രീസിയേഷനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് ഉണ്ടാവുകയും സ്നേഹം കൂടുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് ബിൽഡ് എ സെൽഫ് കെയർ റൂട്ടീൻ. നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു സെൽഫ് കെയർ റൂട്ടീൻ ഉണ്ടായിരിക്കുക. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും സഹായകമായ സെൽഫ് കെയർ പ്രാക്ടീസസ് നാം ഡെയിലി ഫോളോ ചെയ്യുക. നാലാമത്തെ കാര്യമാണ് പ്രയോറിറ്റൈസ് സെൽഫ് കമ്പാഷൻ. നാം നമ്മുടെ സുഹൃത്തിനെ എങ്ങനെ കെയർ ചെയ്യുന്നോ, അവരെങ്ങനെ മനസ്സിലാക്കുന്നോ, അവരെങ്ങനെ സ്നേഹിക്കുന്നോ, അതുപോലെ നാം നമ്മെ സ്നേഹിക്കുകയും നമ്മോട് എമ്പതിയും കൈൻഡ്നസ്സും കാണിക്കുകയും ചെയ്യുക. നാം മാത്രമേ നമ്മെ സ്നേഹിക്കാൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നാം നമ്മെ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചലഞ്ചുകളെയും ഡ്രോബാക്കുകളെയും അംഗീകരിക്കുകയും അതിനെ സ്നേഹത്തോടെ എമ്പതിയോടെ നാം കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അഞ്ചാമത്തെ കാര്യമാണ് നർച്ചർ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് അഫർമേഷൻസ്. നമുക്ക് പോസിറ്റീവായ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണ് നാം നമ്മോട് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക. അതുപോലെ തന്നെ നാം നമ്മോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അഫേം ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങൾ. നമ്മുടെ സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ടൊരു സ്നേഹം ഉണ്ടാവുകയും ഒരു പ്രൗഡ് ഉണ്ടാവുകയും ചെയ്യും. ആറാമത്തെ കാര്യമാണ് എംബ്രേസ് യുവർ ഇൻഡിവിജ്വാലിറ്റി. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു യൂണിക്നെസ് ഉണ്ട്. അതിനെ അംഗീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ പുൽകുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏഴാമത്തെ കാര്യമാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ബോഡി എങ്ങനെയും ആയിക്കോട്ടെ, നാം അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, അതിന് നന്ദി പ്രകാശിപ്പിക്കുക. നമ്മുടെ ബോഡിക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ഒത്തിരി അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനും എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെത്താൻ അത് സോൾവ് ചെയ്യാനും അതിനെ ക്യൂർ ചെയ്യാനുമുള്ള ഒക്കെ കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പോൾ നാം നമ്മുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ നന്മകളെ അപ്രീഷിയേറ്റ് ചെയ്യുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനും ശ്രമിക്കുക. എട്ടാമത്തെ കാര്യമാണ് സെറ്റ് ആൻഡ് എൻഫോഴ്സ് ഹെൽത്തി ബൗണ്ടറീസ്. നല്ല ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ പറയാറുണ്ട്, ചില കാര്യങ്ങളിൽ നമുക്ക് മതിലുണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ വാതിലുണ്ടായിരിക്കണം. അതിലെന്ന് പറയുമ്പോൾ മതി ഇതിലെ ചില കാര്യങ്ങൾ നമുക്ക് മതി അല്ലെങ്കിൽ നോ പറയാൻ നമുക്ക് കഴിയണം. ചില കാര്യങ്ങളിൽ നമുക്ക് വാതിലാക്കാം, ഇങ്ങോട്ട് പ്രവേശിക്കാൻ നമുക്ക് അനുവാദം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ബൗണ്ടറി കീപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങളിൽ ബൗണ്ടറി കീപ്പ് ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ഈ 8 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് ലവ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.